ദൈവം കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന ഓരോ ആത്മാക്കളെയും കുറിച്ച് അവിടുത്തേക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടുന്ന അഭിഷിക്തരിലൂടെ ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ പിന്തുടർച്ച സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. തൻ്റെ അജഗണത്തെ സുരക്ഷിത വീഥിയിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കുവാനും അവർക്ക് ശക്തിയും മാതൃകയുമായിരിക്കുവാനും അവിടുന്ന് അവരെ നിയോഗിച്ചിരിക്കുന്നു. അവർക്ക് മേലുള്ള ശാശ്വതമായ അഭിഷേകത്തിലൂടെ ഒരു ജനത പ്രകാശത്തിലേക്ക് ചരിക്കുന്നു. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രൽ വികാരി ബഹുമാനപ്പെട്ട ജോർജ് ആലുങ്കലച്ചൻ തൻ്റെ തിരിച്ചറിവുകളും പ്രവർത്തന ശൈലികളും കൊണ്ട് വ്യത്യസ്തനാണ്. ബഹുമാനപ്പെട്ട ജോർജ് ആലുങ്കലച്ചൻ്റെ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത് പ്രാർത്ഥനയുടെ നിമന്ത്രണങ്ങളും കുടുംബാംഗങ്ങളുടെ ഉറച്ച വിശ്വാസത്തിൻ്റെ ജീവിത മാതൃകകളും സമ്പന്നമാക്കിയ ഒരു ബാല്യകാലമാണ്. ഓരോ നിമിഷവും തനിക്കുമേലുള്ള ദൈവനിയോഗത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുവാനും വ്യക്തമായ ബോധ്യങ്ങളിൽ വളരുവാനും പ്രത്യേകമായി അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. മാതാവിനോടുള്ള ബഹുമാനപ്പെട്ട ആലുങ്കലച്ചൻ്റെ അടിയുറച്ച ഭക്തിയുടെ അടിസ്ഥാനം അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം തന്നെയായിരുന്നു. ഉറച്ച ആത്മീയ ബോധ്യങ്ങൾ സ്വന്തമാക്കിയിരുന്ന പ്രാർത്ഥനാ നിർഭരമായ ആ കുടുംബാന്തരീക്ഷം അദ്ദേഹത്തിന് ഏറെ ഉത്തമ ഗുണങ്ങൾ പകർന്നു നൽകി. കേരള സഭയിലെ ചില പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടം തീവ്ര യജ്ഞങ്ങളുടേതായിരുന്നു. ആത്മീയമായും ഭൗതികമായും പലതും പണിതുയർത്തപ്പെടേണ്ടിയിരുന്ന സഭാസമൂഹത്തെ കെട്ടുറപ്പിലേക്ക് നയിക്കുവാൻ വേണ്ട സ്ഥാപനങ്ങളും നിർമ്മിതികളും കാലാനുസൃതമായി ആവശ്യമായിരുന്നു. എല്ലാത്തിനും പുറമെ ആരാധനാലയങ്ങളുടെ അഭാവം ഏറെ പ്രദേശങ്ങൾക്ക് വലിയ പരിമിതി സൃഷ്ടിച്ചു. ആ കാലഘട്ടത്തിൽ കൈമൈ മറന്ന് മുന്നിട്ടിറങ്ങിയ ഏറെ അഭിഷിക്തരിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പ്രവർത്തന സന്നദ്ധതയുടെയും വിശ്വാസ തീക്ഷ്ണതയുടെയും മാത്രം ഫലത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും പലതും സൃഷ്ടിക്കപ്പെട്ടു. ആദ്യ കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട ജോർജച്ചൻ്റെ വഴികളും വ്യത്യസ്തമായിരുന്നില്ല. തുടക്കം മുതൽ അദ്ദേഹം സേവനം ചെയ്ത ഏതാണ്ട് എല്ലാ ഇടവകകളിലും ദൈവിക ഇടപെടലുകൾ തിരിച്ചറിയും വിധമുള്ള ഏറെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു. മുറിഞ്ഞവിടയിൽ ഞാൻ ഒന്നുമില്ലാത്ത സ്ഥലത്ത് അവിടെ പള്ളി പൂർത്തിയാക്കി. ആ പള്ളി ആദ്യമേ പള്ളിമുറി പൂർത്തിയാക്കി, പിന്നെ ഒരു ബാങ്ക് കെട്ടിടം ഉണ്ടാക്കി, അത് കഴിഞ്ഞ് പിന്നെ ഒരു പാരീഷ് ഹാൾ ഉണ്ടാക്കി. പാരീഷ് ഹാൾ കഴിഞ്ഞ് അവസാനം പാരീഷ് ഹാളിൽ കുർബാന തുടങ്ങിയാണ് പള്ളി ഉണ്ടാക്കുന്നത്. അങ്ങനെ പള്ളി ഉണ്ടാക്കി വെഞ്ചരിക്ക് കഴിയാറായപ്പം അന്ന് പൗത്തി പിതാവും വന്നിരുന്നു, വട്ടക്കുഴി പിതാവും വന്നിരുന്നു പള്ളിയുടെ കൂദാശയ്ക്ക് വേണ്ടിയിട്ട്. കൂദാശ കഴിയുന്ന അവസരത്തിൽ പൊതുവായിട്ടുള്ള ആ സമ്മേളനത്തിൽ വെച്ച് അന്ന് വട്ടക്കുഴി പിതാവ് പ്രഖ്യാപിച്ചു. എനിക്കറിയത്തില്ലായിരുന്നു. എന്നോട് പറഞ്ഞു, എരുമേലി ഫൊറോന വികാരിയാക്കി അച്ഛനെ നിയമിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. എനിക്കത് കഴിഞ്ഞ് അതിൻ്റെ ഉത്തരവൊക്കെ കിട്ടുന്നത്. അന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ എരുമേലി ഫൊറോനാപ്പള്ളിയുടെ വികാരിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനായിട്ട് ഏതാണ്ട് 10 കൊല്ലം ആയിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ എരുമേലി ഫൊറോനയിലേക്ക്, അമലഗിരിയിലും പള്ളിയും പള്ളിമുറിയും ഒരു കെട്ടിടം അവിടെ പണിയിച്ചു. മഠം സ്ഥാപിച്ച് പള്ളിമുറിയുടെ മുറിഞ്ഞ വഴിയും മഠം സ്ഥാപിച്ചു. അങ്ങനെ അവിടുത്തെ പണി ഞാൻ ചുരുക്കത്തിൽ അങ്ങ് അവസാനിപ്പിക്കുക. ഏതാണ്ടൊരു
40 ലക്ഷം രൂപ എവിടെയെങ്കിലും പണി 2 ഇടവകളും നടന്നിട്ടുണ്ടെന്ന് എൻ്റെ കണക്കുകൂട്ടലെല്ലാം ടോട്ടൽ 2 അന്നത്തെ. അപ്പോൾ അത് മുഴുവൻ ഒരു പൈസ കടവില്ലാതെ ഞാൻ അവിടെ നിന്ന് മാറി. കാരണം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ ദിവസം തുടങ്ങി മാതാവിൻ്റെ ദിവസം അവസാനിപ്പിച്ചു. അങ്ങനെ അവിടെ നിന്ന് മാറ്റാതിരിക്കാൻ അവിടുത്തെ ജനം ഒത്തിരി വന്ന് ഇവിടെ പിതാവിൻ്റെ അടുത്ത് പരാതിയൊക്കെ പറഞ്ഞു. ഉടനെ പറഞ്ഞു, അച്ഛൻ മാറിയതെന്ന് പറയുകയാണ്, ഞാൻ മാറ്റുകയില്ല എന്ന് പറഞ്ഞു. എനിക്ക് മാറണമെന്ന് ആഗ്രഹമായിരുന്നു, കൊണ്ട് ഞാൻ മാറി. അപ്പം അവിടുന്ന് നാനാജാതി മതസ്ഥരെ എന്നോട് കൂറ് പുലർത്തിയിട്ടുണ്ട്. തുടർന്ന് എരുമേലി ഫൊറോന പള്ളിയിലേക്ക് ബഹുമാനപ്പെട്ട ആലുങ്കലച്ചന് സ്ഥലമാറ്റം ലഭിച്ചപ്പോൾ അവിടെയും അദ്ദേഹത്തെ കാത്തിരുന്നത് ദേവാലയ നിർമ്മാണം ഉൾപ്പെടെയുള്ള അനിവാര്യമായ ഏറെ പ്രവർത്തനങ്ങളും ഒപ്പം പ്രതികൂലമായ സാഹചര്യങ്ങളുമാണ്. എന്നാൽ പ്രാർത്ഥനയുടെ ശക്തമായ പിൻബലമുണ്ടായിരുന്ന അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കുമാവുമായിരുന്നില്ല. ജപമാല മുറുകെ പിടിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തിയാൽ മുന്നേറിയ അദ്ദേഹത്തിന് മുന്നിൽ എല്ലാ തടസ്സങ്ങളും വഴിമാറി നിന്നു. താൻ കൈവരിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങൾക്കും മുന്നിൽ അദ്ദേഹം ശിരസ് നമിക്കുമ്പോൾ ദൈവിക ഇടപെടലുകളുടെ മാഹാത്മ്യത്തിൻ്റെയും മാനുഷിക ബലഹീനതകളുടെയുമാണ്. ഉറച്ച ബോധ്യത്തോടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്ന പ്രാർത്ഥനകൾ ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ലെന്ന് ഈ ജീവിതം നമുക്ക് ഉറപ്പ് നൽകുന്നു. എരുമേലി ഫൊറോന പള്ളിയിൽ എത്തിയപ്പോൾ അവിടെ ഒരു കുഞ്ഞു പള്ളി മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ പള്ളിയുടെ മുറ്റത്ത് ഒരു കുഞ്ഞു പള്ളി, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്നോട് വട്ടക്കുഴി പിതാവ് പറഞ്ഞിരുന്നു, അവിടെ ഒരു നല്ല പള്ളി പണിയണം, ഫൊറോനയ്ക്ക് ചേർന്ന വിധത്തിൽ പള്ളി പണിയണമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ്, ചെന്നാൽ ഉടനെ അത് തുടങ്ങേണ്ട ആവശ്യമില്ല, ജനങ്ങളെ പഠിച്ച്. അവിടെയും ജനങ്ങൾ 2 തട്ടിലായിട്ട് നിൽക്കുകയായിരുന്നു അവിടെ ചെന്നപ്പോൾ, ഞാൻ ചെല്ലുന്നതിന് മുമ്പ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് പള്ളിയുടെ ചാർജ് ഏറ്റു. അവിടെയും ഞാൻ പറഞ്ഞു, പേറ്റൻ്റ് വായിച്ചു പറഞ്ഞു, ഒരു തന്നെ പറഞ്ഞവരെയും നിസ്സായമാതുള്ള ഗാനവും കുർബാനയ്ക്ക് ശേഷം നിങ്ങൾ ആലപിക്കണം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക, സർക്കാരോഹിത മാതാവിൻ്റെ പള്ളിയാണ്, അപ്പം നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയുടെ ഫലം അങ്ങനെ 90 മെയ് മാസം 15-ാം തീയതിയാണ് ഞാൻ അവിടെ വികാരിയായിട്ട് ചാർജ് എടുക്കുന്നത്. അതിന് മുമ്പിലിരുന്ന അച്ഛൻ അവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ട് പള്ളി, തോമസ് ആര്യമണ്ടിൽ എന്ന് പറഞ്ഞ അച്ഛൻ. അപ്പോൾ ആ സ്ഥലം ഞങ്ങൾ ഉപയോഗിച്ച് പള്ളി പണിയാൻ തീരുമാനിച്ചപ്പോൾ, പള്ളി പണിയാനായിട്ടുള്ള മീറ്റിംഗ് കൂടിയപ്പോൾ ഒത്തിരി പേര് എതിർത്തു. പള്ളി പണിയാൻ പാടില്ല എന്ന് പറഞ്ഞ് എതിർത്തു. അത് ഞാൻ പറഞ്ഞ് എല്ലാവരും എഴുതി തരണം. അങ്ങനെ വന്നപ്പോഴത്തേന് ഭൂരിപക്ഷവും പള്ളി വേണമെന്ന് തന്നെ തീരുമാനിച്ചു. അതിനുള്ള പൈസ സപ്പോർട്ട് ചെയ്യാമെന്ന് തന്നെ ഭൂരിപക്ഷവും തീരുമാനിച്ചു. ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമനുസരിച്ച് അരമനയിൽ നിന്ന് അനുവാദം കിട്ടി. അപ്പം 10,000 രൂപ മാത്രമേ ഉള്ളൂ പള്ളിപണി തുടങ്ങുമ്പോൾ. ഏതാണ്ട് 135 അടി നീളവും 60 അടി വീതിയുള്ള ദേവാലയത്തിനാണ് രൂപം കൊടുത്തത്, ഫൊറോന പള്ളി ആയതുകൊണ്ട്. അപ്പോൾ അത്രയുള്ള പള്ളി പണിയണമെന്ന രീതിയിൽ ഒത്തിരി തുകയാകുന്നു പറഞ്ഞ് ഒത്തിരി പേര് ബഹളം വെച്ചു. പള്ളിക്ക് ആകെപ്പാട് 2 ഏക്കർ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, 10,000 രൂപയെ പള്ളി പണിക്ക് അവിടെ ഉള്ളൂ. പക്ഷേ മാതാവിൽ ആശ്രയിച്ച് ഒരു ഡിസംബർ 8-ാം തീയതി 90 ഡിസംബർ 8-ന് വട്ടക്കുഴി പിതാവിനെ കൊണ്ട് തന്നെ ഞങ്ങൾ കല്ലിടണമെന്ന് പറഞ്ഞു. അപ്പം വട്ടക്കുഴി പിതാവ് വന്നു, കല്ല് വെഞ്ചരിച്ച് ഇട്ടു. തോമസ് ചങ്ങനാരി പറമ്പ് ഞാനും കൂടെ എന്നെക്കൊണ്ടാണ് അച്ഛനും കൊച്ചച്ഛനും ഞാനും കല്ലിട്ടു. അന്നേരം മാതാവിൻ്റെ തിരുനാൾ ദിവസം ഡിസംബർ 8 അവലോൽഫ തിരുനാൾ ദിവസം ഞങ്ങൾ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട ജോർജ് ആലുങ്കലച്ചൻ വികാരിയായിരുന്ന ഇടവകകളിലെല്ലാം ഇടവകക്കാരുമായി അടുപ്പം കാത്തു സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പിൻബലത്തിൽ തനിക്ക് മുമ്പിലുള്ള പ്രതിബന്ധങ്ങളെയെല്ലാം അതിജീവിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി.
എത്രയധികം ഉത്തരവാദിത്തങ്ങൾ ഒരേ സമയം ഏറ്റെടുക്കേണ്ടി വന്നാലും പൂർണ്ണ സന്മനസ്സോടെ സ്വീകരിക്കുവാനും വിജയം വരിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എരുമേലി ഫൊറോന പള്ളി വികാരിയായിരുന്ന കാലത്തും അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. എരുമേലിയിൽ ആയിരുന്ന കാലത്ത് തന്നെ 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പ്ലാശ്ശേരി പള്ളിയുടെ വികാരിയുടെ ആകണമെന്നും പറഞ്ഞ് അഭിവന്യ വട്ടക്കുഴി പിതാവ് വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ പിന്നീടുള്ള 4 കൊല്ലങ്ങളിൽ പ്ലാശ്ശേരി ഫാത്തിമ മാതാ പള്ളിയുടെ വികാരി, 40 വീടേ ഉള്ളൂ, അവിടുന്ന് 5-10 കിലോമീറ്റർ അകലത്തിലാണ്. ഞായറാഴ്ച അത്യാവശ്യങ്ങൾ മാത്രം അവിടെ കുർബാന ചെല്ലിയാൽ മതി. അപ്പോൾ ആ ഇടവകയും ഞാൻ സന്ദർശിക്കും. ആണ്ടിലൊരു 3 പ്രാവശ്യം ഇടവക സന്ദർശിക്കുക എന്നുള്ളതാണ് എൻ്റെ പദ്ധതി. പിന്നെ അത് കൂടാതെ പിന്നെയും സന്ദർശിക്കും, കൂട്ടായ്മകൾക്ക് പോകും. പിന്നെ അതുപോലൊപ്പം തന്നെ അവരുടെ ഏതാവശ്യങ്ങളും രോഗാവസ്ഥയിൽ നമ്മൾ അവിടെ പോയി കാണും, അവരെ സന്ദർശിക്കും. അങ്ങനെ ഒത്തിരി സഹകരണം എല്ലാ വിധത്തിലും എല്ലാ മതസ്ഥരുമായിട്ട്. കാരണം കത്തോലിക്കരുടെ വീടിൻ്റെ എണ്ണം അവിടെ കുറവ്, ഏതാണ്ട് 400 അടുത്ത് താഴെ ഉള്ളൂ അന്ന്. ഇന്ന് അതിലും കുറഞ്ഞു പോയിട്ടുണ്ട്. മറ്റു മതസ്ഥർ യാക്കോബ ഓർത്തഡോക്സുകാരുടെ സപ്പോർട്ട് നല്ലപോലെ എല്ലാ കാര്യങ്ങളിലും അവിടെ ലഭിച്ചുകൊണ്ടായിരുന്നത്. അങ്ങനെ പള്ളിയുടെ പണി 3 കൊല്ലം കൊണ്ട് തീർത്തു. അത് 93 ഡിസംബർ 8-ാം തീയതി ആ പള്ളിക്ക് പിന്നെ കുദാശ ചെയ്തു വട്ടക്കുഴി പിതാവ്. അങ്ങനെയാണ് പള്ളി ഏതാണ്ട് 56 ലക്ഷം രൂപ അതിന് ചിലവുണ്ട്. 56 ലക്ഷം രൂപ ചിലവിൽ അവിടെ ഒരു പള്ളി അന്ന് 93-ൽ ആ പള്ളി 135 അടി നീളവും 60 അടി വീതിയുള്ള മനോഹരമായിട്ടൊരു ദേവാലയം ഫൊറോന പള്ളി അവിടെ പണി തീർന്നു. എൻ്റെ കൂദാശ നടത്തി. ആ കൂദാശ നടത്തി കഴിയുമ്പോൾ പിന്നെ അവിടെ ഒരു 5-10 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്. ആ കടമെല്ലാം വാസ്തവത്തിൽ അവിടുന്ന് റബ്ബർ ഷീറ്റ് പിരിച്ചും അതുപോലെ തന്നെ ഈ മാതാക്കളെ കൊണ്ട് ഈ പിടിയേരി പിരിച്ചും എല്ലാം അങ്ങനെയാണ് തീർത്തത്. ബഹുമാനപ്പെട്ട ആലുങ്കലച്ചൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ വഴിത്താരകൾ വിസ്മയനീയമാണ്. അദ്ദേഹത്തിലൂടെ ദൈവം ലക്ഷ്യം വെച്ചിരുന്ന ഏറെ ഉദ്യമങ്ങളുണ്ടായിരുന്നു. ഘട്ടം ഘട്ടമായി അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരുന്ന എല്ലാ മേഖലകളും വ്യക്തമായും ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞവയായിരുന്നു. ഒരിക്കലും ആഗ്രഹിക്കാത്തതും ചിന്തിക്കാത്തതുമായ ദൗത്യങ്ങളാണ് പലപ്പോഴും അദ്ദേഹത്തിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരുന്നത്. ആടുകൾക്ക് നല്ലയിടയനായ ക്രിസ്തുവിൻ്റെ മാതൃക പിഞ്ചെന്ന് ഇടവക ജനങ്ങൾക്കിടയിൽ നല്ലൊരു ഇടയനായിരിക്കുവാൻ മാത്രം എന്നും ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തെ തേടി തുടർന്നെത്തിയ ഉത്തരവാദിത്തം മൈനർ സെമിനാരി രക്തസ്ഥാനമായിരുന്നു. തുടക്കത്തിൽ ആ സ്ഥാനം സ്വീകരിക്കുന്നതിൽ വിയോജിപ്പ് തോന്നിയെങ്കിലും ദൈവഹിതമായി കരുതി അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്തു. അത് വലിയ നന്മകൾക്ക് കാരണമായി മാറുകയും ചെയ്തു. എരുമേലിയിൽ തന്നെ പിതാവ് ഇങ്ങോട്ട് നിയമിച്ചത് എന്നോട് പറഞ്ഞു, പിന്നെ ഇത് മൈനർ സെമിനാരി റെക്ടറാകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനോട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായി. റെക്ടറെ പിള്ളേരെ പഠിപ്പിക്കാമെന്നുള്ള പണ്ടേ എനിക്ക് താല്പര്യമില്ലാത്ത. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അധ്യാത്മ പിതാവ് സൂസൈഫ് ഭാഗ്യം പിതാവിന് ഞാൻ എൻ്റെ കത്തെഴുതി, പിതാവ് ഇങ്ങനെ ഇവിടുത്തെ ബിഷപ്പ് നിർബന്ധിക്കുക. എൻ്റെ അധ്യാത്മ പിതാവായിരുന്നു സൂസൈഫ് ഭാഗ്യം പിതാവ്. പിതാവ് പറഞ്ഞത് ബിഷപ്പ് പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കണം, ബിഷപ്പ് എന്ത് പറഞ്ഞാലും ചെയ്തിരിക്കണം. അതുകൊണ്ട് ഇദ്ദേഹം ആ ഡ്യൂട്ടി ചെയ്യണം. അത് പ്രാർത്ഥിച്ചും ആലോചിച്ചും അങ്ങ് ചെയ്തുകൊണ്ടാൽ മതി. അല്ലാതെ വേറെ ആരുടെ അഭിപ്രായം ഒന്നും ചോദിക്കണം, വേണ്ട എന്ന്. അത് തീർത്തിക്കണം. ദൈവം ഒരുക്കുന്ന വഴികളിലൂടെ പോകാൻ പഠിക്കണം. അല്ലാതെ നമ്മൾ നമ്മുടെ വഴിയിലേക്ക് തിരിയാൻ പോയാൽ പ്രശ്നമാണ്. അതുകൊണ്ട് അച്ഛൻ പോയ റെക്ടറായിട്ട് തന്നെ മൈനർ സെമിനാരിൽ, അങ്ങനെ ഞാൻ മൈനർ സെമിനാരിയുടെ റെക്ടറായി 96 അവസാനം മെയ് മാസം 31 മുതൽ. തുടർന്നുള്ള കാലങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ച മറ്റൊരു ദൗത്യമായിരുന്നു വചനപ്രഘോഷണം. രൂപതയ്ക്ക് അകത്തും പുറത്തും വിദൂരങ്ങളിലുമായി ഏറെ സ്ഥലങ്ങളിൽ അതിനായി അദ്ദേഹം സഞ്ചരിച്ചു.
സെമിനാരി വിദ്യാർത്ഥികളെയും വൈദികരെയും ധ്യാനിപ്പിക്കുവാനും ടോക്കുകൾ നൽകുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ഈ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്തമായ വീഥികളിലൂടെ ഒരു അഭിഷിക്തന് വഴി നടത്തുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ ചിത്രം നമുക്ക് മുമ്പിൽ തെളിയുന്നു. പ്രിയങ്കരനായ ഒരു ശുശ്രൂഷകനെ ഏറെ നന്മകൾക്ക് ഉപകരണമാക്കി മാറ്റുവാൻ സദാ ഉത്സുകനാകുന്ന ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിസ്മയനീയമാണ്. ഈ ധ്യാനിപ്പിക്കാനുള്ള ആവേശം എനിക്ക് ആദ്യമേ പറഞ്ഞത് തിമോത്തിയോസ് പിതാവാണ്. തിമോത്തിയോസ് പിതാവ് പറഞ്ഞു, അവിടെ ചെന്ന് കുട്ടികൾക്ക് ടോക്ക് മൈനസ് സെമിനാരിൽ, തിരുവല്ല മൈനസ് സെമിനാരിൽ ഞാൻ കുറഞ്ഞത് ഒരു 5 പ്രാവശ്യമെങ്കിലും വൈദികവൃത്തിയായി ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ അച്ഛന്മാർക്ക് ടോക്ക് കൊടുക്കാൻ. അതും ഗീവർഗീസ് പണിക്കരച്ചന് തിരുവനന്തപുരത്ത് ആലുവയിൽ നിന്ന് റെക്ടർ സ്ഥാനം മാറിക്കഴിഞ്ഞ് അവിടുത്തെ മേജർ സെമിനാരിക്കാരെ ധ്യാനിപ്പിക്കാൻ എന്നെ വിളിച്ചു. എനിക്ക് ഭയമാണ്, കാരണം പുള്ളി എല്ലെങ്കിലും ഒറ്റ വാക്കിന് എന്തെങ്കിലും ദൈവശാസ്ത്രം തെറ്റ് വന്നാൽ പുള്ളി അവിടെ വെച്ച് ചോദിക്കും. എന്നിട്ട് അച്ഛൻ ഞാൻ ചെന്നപ്പോൾ എന്നോട് പറയാം, ഞാനിവിടെ ധ്യാനിക്കുന്നുണ്ട്, ഇങ്ങയുടെ ധ്യാനം കേൾക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഇപ്പം കാർക്കശ്യക്കാരനായ ഗീവർഗീസ് പണിക്കരച്ചൻ മിന്നെ ഇരുന്നുകൊണ്ട് എനിക്ക് ധ്യാനിപ്പിക്കാൻ പറഞ്ഞു. എൻ്റെ അച്ഛ നേരെ മിന്നൽ അച്ഛൻ ഇരിക്കരുത്, അച്ഛൻ ചാപ്പലിന് പുറത്തിരിക്കുകയാണെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, അല്ലേ എനിക്ക് പറയാൻ പറ്റും. പുള്ളി പുറത്തിറങ്ങിയിരുന്നു. പുറത്തിറങ്ങി ധ്യാനം കേട്ട് കഴിഞ്ഞ വെച്ച് പുള്ളി ഒരു ഇംഗ്ലണ്ടിൽ ഒരു പതിപ്പ് ബിബ്ലിക്കൽ വ്യാഖ്യാനത്തോട് വലിയൊരു പുസ്തകം, ഏതാണ്ട് 20-30 പൗണ്ടിൻ്റെ ഒരു പുസ്തകമാണ്. അതെനിക്ക് പുള്ളി എന്നിട്ട് സമ്മാനം തന്നു, ഇനി ധ്യാനിപ്പിക്കാൻ പറ്റും. പിന്നെ അവിടുത്തെ മൈനസ് സെമിനാരിലുടനെ ധ്യാനിപ്പിക്കാൻ കുറവൻകോണത്ത് അന്ന് ജോസഫ് മാർ തോമസ് പിതാവായിരുന്നു അവിടുത്തെ റെക്ടർ. അങ്ങനെ ധ്യാനിക്കാൻ എനിക്ക് ഒത്തിരി മലങ്കര സഭയിൽ നിന്ന് എനിക്ക് ഒത്തിരി പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്, ധ്യാനിപ്പിക്കാൻ പോകാനും ധ്യാനം ടോക്ക് കൊടുക്കാനും അങ്ങനെ പലയിടത്തും. സെമിനാരി റെക്ടർ സ്ഥാനത്ത് തുടരവെയാണ് ബഹുമാനപ്പെട്ട ആലുങ്കലച്ചൻ്റെ ജീവിതം ഒരു ഇരുണ്ട ഇടവേളയിലേക്ക് എത്തിച്ചേരുന്നത്. ദുർബലമായ ഒരു ഹൃദയവാൽവിൻ്റെ രൂപത്തിൽ ഒരു പരീക്ഷണകാലം അദ്ദേഹത്തിന് മുൻപിലെത്തി. അതിജീവനത്തിനായി അല്പം ബുദ്ധിമുട്ടിയ നാളുകളായിരുന്നു അത്. എന്നാൽ ശക്തമായ ദൈവകരത്തിൻ്റെ പിൻബലത്തോടെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ എത്തി. ശക്തമായ ദൈവിക ഇടപെടലുകളുടെ മഹത്വം തിരിച്ചറിഞ്ഞ് കൂടുതൽ ആത്മധൈര്യത്തോടെ ജീവിതത്തിൽ മുന്നേറുവാൻ ആ അനുഭവങ്ങൾ സഹായകമായി മാറി. വേദനകളും ദുരിതങ്ങളും പരീക്ഷണങ്ങളും ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് നൽകുന്നത് അവരെ വിശ്വാസത്തിൽ കൂടുതൽ ഉറപ്പിക്കുവാനും വളർത്തുവാനുമാണെന്ന ഇദ്ദേഹത്തിൻ്റെ ബോധ്യം നമുക്കും വെളിച്ചം പകരുന്നു. കാരിത്താസ് ആശുപത്രിയിൽ ഒരു ദിവസം ജോണി ഡോക്ടറെ കണ്ടു. ജോണി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ജോണി ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ 30 ദിവസക്കുള്ളിൽ അച്ഛൻ ജീവിക്കുകയെന്ന് പറഞ്ഞു. 30 ദിവസക്കുള്ളിൽ ജീവിക്കാനുള്ള ഒരു കണ്ടീഷനും അച്ഛനിപ്പോൾ ഹാർട്ടിനില്ലെന്ന് പറഞ്ഞു, മാക്സിമം. അതെപ്പം വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ ഓടാൻ പറ്റുകയില്ല, അച്ഛന് കയറരുത്, സ്റ്റെപ്പ് കയറരുത്. അപ്പം വളരെ പറയും 30 ദിവസത്തിന് അച്ഛൻ എവിടെയെങ്കിലും പോയി വാൽവ് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് 98 കേരളത്തിൽ വാൽവ് മാറ്റിയേക്കുന്ന ചിത്രയിലേ ഉള്ളൂ, അവിടെ മാറ്റി വെക്കണമെന്നതിന് 6 മാസം കഴിയും. അത് കഴിഞ്ഞ് അറക്കലസിനാണ് എന്നെ മദ്രാസിലേക്ക് പിന്നെ കൊണ്ടുവന്ന പിതാവ്. അവിടെ ചെന്ന് കഴിഞ്ഞ് ആ ഡോക്ടർ നോക്കിച്ച് പറഞ്ഞു ഉടനെ ഓപ്പറേഷൻ. എന്നുവെച്ചാൽ പിന്നെ പുള്ളി പറഞ്ഞു, ഞങ്ങളിതെല്ലാം മുറിച്ച് മാറ്റി ആർട്ടിഫിഷ്യൽ വാൽവ് വെക്കുന്നത്, അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് സെൻറ്റ് ജൂഡ് വാൽവ് വെച്ച് പിടിപ്പിക്കുന്നു. അപ്പോൾ ആ വാൽവ് വെച്ച് പിടിപ്പിക്കാൻ 49,500 ഓപ്പറേഷൻ എല്ലാം കൂടെ 1,5 ലക്ഷം രൂപയായി 98. നല്ല തുകയായി 1,5 ലക്ഷം, ഇന്നത്തെ 1,5 ലക്ഷം പോലെയല്ല. അപ്പം ഡോക്ടർ ചെറിയാൻ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി ചെയ്യാമെന്നും പറഞ്ഞു. തലേദിവസം പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്കിത് കൂട്ടി വെപ്പിച്ചിട്ട് പിന്നെ അച്ഛനെ പിന്നെ വെൻറ്റിലേറ്റർ ആക്കുക. ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ വെൻറ്റിലേറ്റർ കൊണ്ടുവിടും, പിന്നെ 3-ാം പൊക്കെ നമുക്ക് വെൻറ്റിലേറ്റർ കണക്ഷൻ വിടുകയുള്ളൂ. അപ്പോൾ അവർ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുക. നമ്മുടെ പുറത്ത് ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് തരുമ്പോൾ ആ ഷോക്ക് കൊണ്ട് നമ്മൾ ശ്വാസം എടുക്കണം, അല്ല ഡോക്ടേഴ്സിനൊന്നും ചെയ്യാനില്ല. ആ ഷോക്ക് തരുമ്പോൾ നമ്മുടെ ലങ്സ് ശ്വാസം എടുക്കണം. ആ ഷോക്ക് മാത്രമേ ഡോക്ടേഴ്സ് തരാൻ പറ്റുള്ളൂ, അത് ദൈവം വരണ്ടെന്നാണ് പുള്ളി പറഞ്ഞു. ആ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ തലേദിവസം എൻ്റെ അമ്മ വിളിച്ച് പറയുക, നാളെ മുഴുവൻ മകനെ ഞാൻ ഡയബറ്റിക് ആണെങ്കിലും ആനിക്കാട്ട് മഠത്തിൽ പരിശുദ്ധ കുർബാന ആരാധന നടത്തിക്കും,
ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും നിൻ്റെ ഓപ്പറേഷൻ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ടെന്ന് എൻ്റെ അമ്മ തലേദിവസം, അമ്മ പ്രമേയരോഗി, ആ ഒരു ദിവസം അമ്മ ഒരു ഭക്ഷണം കഴിക്കാതെ ആ മഠത്തിൻ്റെ യാപ്പിലിൽ പോയി സിസ്റ്റേഴ്സും എൻ്റെ ബന്ധത്തിൽപ്പെട്ട എല്ലാവരും കൂടി ഇരുന്ന് കൂട്ടപ്രാർത്ഥനയായിരുന്നു. ഈ ഓപ്പറേഷൻ ചെയ്ത് സെൻറ്റ് ജൂഡ് വാൽവ് 49,500 രൂപയുടെ അമേരിക്കൻ സെൻറ്റ് ജൂഡ് വാൽവ് ഇപ്പം എൻ്റെ വാൽവായിട്ട് പ്രവർത്തിക്കുന്നു. എനിക്ക് ഒറിജിനൽ വാൽവില്ല. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങോട്ട് ദൈവപരിപാലനയിൽ അത് ഇത്രയും എത്തിയിരിക്കുക. എപ്പോഴും നമുക്ക് ശ്വാസം മുട്ടലോ അല്ലെ പ്രസംഗിക്കാൻ കുഴപ്പമോ എത്ര 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ടോക്ക് കൊടുക്കാൻ എനിക്കൊരു പാടുമില്ല. അപ്പം ദൈവത്തിൻ്റെ പരിപാലന പക്ഷേ പിന്നെയും ഞാൻ കാണുന്നത്. ജീവിതകാലത്തുടനീളം പ്രാർത്ഥനയുടെ ശക്തി ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ അനുഭവങ്ങളാണ് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ്റേത്. തൻ്റെ മുന്നിൽ മലകളായി തീരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അദ്ദേഹം നേരിട്ടത് പ്രാർത്ഥനയിലൂടെയാണ്. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ സഹായം എക്കാലവും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹം കടന്നെത്തിയ പ്രവർത്തന മേഖലയിലും അദ്ദേഹം കൈവരിച്ച വിജയത്തിന് പിന്നിൽ പ്രാർത്ഥനയും മാതാവിൻ്റെ മാധ്യസ്ഥ സഹായവും തന്നെയാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിച്ച് ഞാൻ പറഞ്ഞു മൈനർ സെമിനാരിയിൽ എനിക്ക് തുടരാനായിട്ട് ഇഷ്ടമില്ല. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മൈനർ സെമിനാരി തുടരാൻ ഇഷ്ടം. അപ്പം പിതാവ് പറയുന്നത് വട്ടക്കുഴി പിതാവ് പറയുന്നത് ഇങ്ങനെ ഞാൻ വെച്ച് 5-6 കൊല്ലമെങ്കിലും ഇങ്ങനെ ഓടി ഇരിക്കണം. ഞാൻ പറയാം അസുഖം മാറിയില്ല, ഇനി അത് ഞാൻ പറഞ്ഞ് പറ്റുകയില്ല പിതാവേ. അടച്ചുപൂട്ടി കിടക്കുന്നൊരു പള്ളിയുണ്ട് നെയ്യാട്ടുശ്ശേരി, അച്ഛനുമായിട്ട് കുസ്തി പിടിച്ച് ദേവാലയം അടയ്ക്കേണ്ട ഗതികേടിലേക്ക് വന്നു. അതുകൊണ്ട് ആ പള്ളി ഇളംകുളത്തെ അച്ഛനെ ഏൽപ്പിച്ച് 6 മാസമായിട്ട് ഞായറാഴ്ച കുർബാനയെ മാത്രം ഒതുങ്ങി നിന്ന് നെയ്യാട്ടുശ്ശേരി സെൻറ്റ് ജോർജ് പള്ളിയിലേക്ക് എനിക്ക് മാറ്റം തന്നാൽ മതി, ഞാൻ അവിടെ പോയിരുന്നോളാം. കാരണം 100-150 വീടോടെ ഉള്ളൂ. അപ്പം എനിക്ക് ജോലിഭാരം കുറയും, ഞാൻ തന്നെ പോയി സ്വസ്ഥമായിട്ട് ഇരുന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനമാണ് പിതാവ് വേറെ വലിയ പള്ളിയുടെ ഇവരുടെ പേര് പറഞ്ഞു. അതൊന്നും ഞാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ ഞാൻ ഫെബ്രുവരി 11-ാം തീയതി നെയ്യാട്ടുശ്ശേരി പള്ളി ചെന്ന് അവിടുത്തെ വികാരിയായിട്ട് ചാർജ് എടുത്തു. മൈനസിമിൻ്റെ ഡയറക്ടർ സ്ഥാനത്ത് മാറി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ പറയുകയാണ് ഇവിടെ 2 ഗ്രൂപ്പാണ്, ഈ ഇടവകയിൽ 2 സ്പഷ്ടമായിട്ടുള്ള ഗ്രൂപ്പുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ബോംബ് വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എറിഞ്ഞ് കൊല്ലാനായിട്ട്. കോടതി കേസ് കിടക്കുക 2 കൂട്ടരുടെ. അപ്പോൾ എന്നാ ചെയ്യുന്നു? അങ്ങനത്തെ അവസ്ഥയിലാണ്. അതുകൊണ്ട് അച്ഛൻ നേരിട്ട് ഇടപെട്ടില്ലേ ഈ ഇടവക തകരുമെന്ന് പറയും. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റും, ഇത് ദൈവത്തിന് മാത്രമേ. ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുക. ഈ നാളെ രാവിലെ വെളുപ്പിനെ 5:30 മുതൽ നെയ്യാട്ടുശ്ശേരി പള്ളിക്ക് ചുറ്റും നടന്ന് നിങ്ങളെ ഇതിനകത്തുണ്ടെന്നുള്ള കണക്കുകൂട്ടൽ ഞാൻ 153 ചെല്ലും. 5:30 തുടങ്ങി 6:15 ആകുമ്പോൾ ഞാൻ പള്ളിക്കകത്ത് കയറും. 6:40 ഞാൻ കുർബാനയിലും 6:40 കുർബാനയ്ക്കിടയ്ക്ക് ഞാൻ കാറുസൂസ കൂട്ടിച്ചേർത്തിയില്ല. അതിതാണ് ഈ ഇടവകയിൽ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും ചൈതന്യം മാത്രം വളരുവാനും അതിനെതിരായിട്ടുള്ള എല്ലാ നാരകീയ ശക്തികളെ ഉന്മൂലനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ 2 കൂട്ടരും പള്ളിയിൽ നിൽപ്പുണ്ട്, 2 കൂട്ടരും പ്രാർത്ഥിക്കണം, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന്. അത് 2-3 ദിവസം കഴിഞ്ഞ് പൊരുത്തം പറയാം, അച്ഛൻ ഞങ്ങൾക്കിട്ട് പണിയാണല്ലോ, കാറസൂസായിക്കൂടെ ഞങ്ങൾക്കിട്ട് ഒപ്പിക്കുകയാണല്ലോ, ഞങ്ങൾക്കിട്ട് ശിക്ഷ കിട്ടാനാണല്ലോ അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതിലെ നാരികീയ ശക്തി ആരാണെന്ന് എനിക്കറിയത്തില്ല, അത് വെളിപ്പെടുത്തി കിട്ടാനാണ് പ്രാർത്ഥിക്കുന്നത് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫെബ്രുവരി 12-ാം തീയതി രാവിലെ തുടങ്ങിയ പ്രാർത്ഥന മെയ് മാസം 17-ാം തീയതി വരെ വെളുപ്പിനെ മഴയാണെങ്കിൽ കുട ചൂടി നിറക്കും, മഞ്ഞാണെന്നിരി ഞാൻ തല ടവലിട്ടുകൊണ്ട് ഇന്ന് പ്രാർത്ഥന ഞാൻ മുടക്കില്ല, അവിടെ ഉണ്ടെന്നിരി. ഇങ്ങനെ മെയ് 17-ാം തീയതി വൈകിട്ട് ഞാൻ കൊന്തയും ലലിയാ നമസ്കാരം കഴിഞ്ഞ് ഞാൻ പള്ളിക്ക് പുറത്തിറങ്ങിയപ്പോൾ പള്ളിമുറ്റത്തൊരു 50 പേരെങ്കിലും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പഴയ വെള്ളത്തിൻ്റെ ബാക്കി വല്ലതുകൊണ്ട് എന്നാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ പുറത്ത് വരുമ്പോൾ അച്ഛൻ പേടിക്കുകയൊന്നും വേണ്ട, അച്ഛനോടൊരു കാര്യം പറയാൻ വന്നതാ. എന്നാ ഞാൻ പറയാം, അച്ഛൻ്റെ പ്രാർത്ഥന തമ്പുരാൻ കേട്ടു. ഞങ്ങൾ 2 കൂട്ടരും കൂടെയാണ് വന്നിരിക്കുന്നത്, ഈ വഴക്ക് പിടിച്ച് 2 കൂട്ടരും കൂടെ. നാളെ ഞങ്ങൾ കോടതികളിൽ പോയി കേസ് പിൻവലിക്കും. അച്ഛൻ ഇങ്ങനെ മേലി ഞങ്ങൾക്ക് വേണ്ടി പള്ളിക്ക് ഈറ്റ് നടന്ന് പ്രാർത്ഥിക്കേണ്ട, ജപമാല ചൊല്ലണം, അച്ഛൻ പള്ളിക്കകത്തിരുന്ന് വെളുപ്പിനെ പ്രാർത്ഥിച്ചാൽ മതി. ആ കാര്യം അച്ഛനോട് പറയാൻ, ആ സന്തോഷ വാർത്ത പറയാൻ. ഇനി മേലിൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയില്ല, ഞങ്ങളൊരു ബോംബ് ഇനി എറിയാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു ഇതാ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്, മാതാവിന് ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ആ പള്ളിയുടെ വണ്ടി പോയാൽ എന്നിട്ട് ഞാൻ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു, മാതാവ് ഇരിക്കുന്ന ഉണ്ണീശോയും
മാതാവും കൂടെയുള്ള 7 അടി സ്റ്റാച്ചുവാണ്. അത് അത്ഭുത മാതാവ് ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കണമെന്ന് ആ കുരിശടിയിൽ ആ സ്റ്റാച്ചു വെച്ചു. അതിനുവേണ്ടി ഓർമ്മയ്ക്കായിട്ടാണ്, ഈ ആൻ്റലച്ചൻ്റെ ഓർമ്മയ്ക്കാണ് ആ സ്റ്റാച്ചു സ്ഥാപിച്ചത്. തികച്ചും സവിശേഷമായ ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്നും ഉടലെടുത്ത തികഞ്ഞ ഒരു അഭിഷിക്തൻ. ആ ജീവിത വീഥികളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് മുന്നിൽ തെളിയുന്ന ചിത്രങ്ങൾ ദൈവപരിപാലനയുടേത് മാത്രമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വേദനകളിലും അഭയം തേടുവാൻ മറ്റൊരിടമില്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ യാത്ര തുടരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവും ജീവിതബോധ്യങ്ങളും നമ്മുടെ വിശ്വാസ ജീവിതത്തിലും വെളിച്ചമായി തീരുവാൻ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.